എന്താ ക്ലീൻ ആൻഡ് നീറ്റ് ആണ് നോക്കി. ഒരു പേപ്പർ കഷ്ണം പോലും കിടപ്പില്ല. ഓക്കെ, ശരിക്കും തമിഴ്നാട്ടിലെ സർക്കാർ ശരിക്കും ജനങ്ങളെ സേവിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവർ മോട്ടിക്കുന്നുണ്ടാവും അല്ലയോ? മോട്ടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലാണെങ്കിലും മോട്ടിക്കുന്നുണ്ട്, തമിഴ്നാട്ടിലാണെങ്കിലും മോട്ടിക്കുന്നുണ്ട്, എല്ലായിടത്തും മോട്ടിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. തിരക്ക് കേൾക്കണ്ട. അതെ അതെ അതെ. അതെല്ലാം ഇങ്ങനെ ബസ് കിട്ടും. പിന്നെ നമ്മുടെ അവിടെ ആണെങ്കിൽ കൊല്ലം എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എറണാകുളം ബസ് മാത്രമേ വരത്തുള്ളൂ. ബസ് അവിടെ വരത്തില്ല. അങ്ങനെ ഇവിടുത്തെ ബസ് കണ്ടോ? ബസ്സിന്റെ ഒരു സിസ്റ്റം കണ്ടില്ലേ? നോക്ക്, കണ്ടോ? എന്തോ അടിപൊളിയാണ്. നോക്കേ, എന്തോ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? കഴിവും എല്ലാം ചെയ്താണ്. അടുത്തത് കണ്ട് നോക്കിയേ, എന്താ രസം. സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പം നാഗോല് വന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിന്റെ ഏത് മുക്കിലും മൂലയിലേക്കും ഉള്ള ബസ് കിട്ടും അല്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. തന്നെ അതുപോലെ ബിസിയാണ്. ഓക്കെ, ബസ് കൂടുതലും തിരുനെല്ലി പോകണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയാൽ പിന്നെ ഇടയ്ക്ക് സ്റ്റോപ്പില്ല, നേരെ തിരുനെല്ലിയേ ഉള്ളൂ. ഇവിടുന്ന് തുടങ്ങുക നിർത്തുന്ന തിരുനെല്ലി, ഇടയ്ക്ക് ഒരു സ്റ്റോപ്പും ഇല്ല. പോയിന്റ് ടു പോയിന്റ്, സ്റ്റാർട്ടിംഗ് ടു എൻഡ്. അതാണ് തിരുനെൽവേലി. അപ്പൊ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കിലോമീറ്റർ ഇവിടുന്ന് എങ്ങോട്ടാ? തിരുനെൽവേലി. പക്ഷെ ഇവിടുന്ന് തുടങ്ങിയ വണ്ടി നിർത്തുന്നത് തിരുനെല്ലില്ല, വേറെ ഇടയ്ക്ക് എങ്ങും സ്റ്റോപ്പില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, തമിഴ്നാട്ടിലെ ഒരു ട്രഡീഷണൽ സാധനമാണ് പൂവില്ലാതെ ഒരു ജീവിതം ഇല്ലേ? കിട്ടുന്ന സ്ഥലമല്ലേ? വറുത്തില്ല, അത് വറുത്ത കട ഫേമസ്, കൊച്ചു കടയാ. ഈ പണ്ട് പറഞ്ഞതുകൊണ്ട് തിരുനെല്ലി അൽവാൻ പറയത്തില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു കടയാണ്. പക്ഷെ മുട്ടിഞ്ഞ കച്ചവടം, നല്ല എരിവുള്ളതാണോ? ഏത് ഇതിന് എരിവുണ്ടോ? എരിവുള്ളതാണ്. എന്നാ പിന്നെ അതുകൂടെ 1/4 കിലോ വാങ്ങിക്കാം. 1/4 കിലോ വേണ്ട, 100 വേണം. നേരത്തെ ക്യാമ്പ് நீங்கதா இங்கதா ஆமா அப்படியா? ബസ് സ്റ്റാൻഡിൽ നിന്ന് കന്യാകുമാരിക്ക് ഉള്ളൊരു ബസ് നമുക്ക് കിട്ടി. നോക്കി, ബസ്സൊന്ന് നോക്കി, കണ്ടോ? അടിപൊളിയാണേ. കണ്ടോ? ഇതാണ് നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് സർവീസ് ചെയ്യുന്ന ബസ്. എന്തോ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. ഇതിൻ്റെ ടിക്കറ്റ് പുള്ളി കൊണ്ട് തന്നു കേട്ടോ. ഇപ്പോൾ പുള്ളിയാണ്. അപ്പോൾ പുറയിലിരിക്കുന്നുണ്ട്. ടിക്കറ്റ് തന്നേ. അപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ശരിക്കും കന്യാകുമാരി വരെ. അപ്പോൾ കന്യാകുമാരിയിൽ പോകുന്നതിന് ഒരാൾക്ക് ചാർജ് വരുന്നത് 20 രൂപ, 2 പേർക്ക് 40 രൂപ. ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് എന്താ അല്ലേ? ശരിക്കും ചീപ്പാണ്. ചീപ്പ് റേറ്റും നല്ല പ്രീമിയം സർവീസ്. അതാണ് തമിഴ്നാട്ടിൽ ഈ ഒരു ബസ് യാത്രയിൽ നമുക്ക് അനുഭവപ്പെട്ടത്.